ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം നെല്ലിമുക്കിലുള്ള ഗ്ലോബൽ ബാക്ക് വാട്ടർ റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ അടുത്തുള്ള ഏറ്റവും നല്ല ഒരു റിസോർട്ടാണ് ഈ ഗ്ലോബൽ ബാക്ക് വാട്ടർ റിസോർട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു റിസോർട്ടിലേക്കുള്ള എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഗേറ്റിൻ്റെ സൈഡിലായിട്ട് അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും ഈ നെല്ലിയുടെ ഈ മുളയുടെ ഒരു മരങ്ങൾ നിൽപ്പുണ്ട്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഒട്ടും സൗണ്ട്സോ അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഗ്ലോബൽ ബാക്ക് വാട്ടർ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അഷ്ടമുടി കായൽ തന്നെയാണ്. അഷ്ടമുടി കായലിൻ്റെ സൈഡിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസ് റേഞ്ചിൽ ഒരു റിസോർട്ട് കിട്ടുക എന്ന് പറയുന്നതിന് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഫാമിലിക്കാണെങ്കിലും നമ്മൾ സിംഗിളായിട്ടാണെങ്കിലും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു റിസോർട്ടാണിത്. നമുക്കൊരു 1500 രൂപ മുതൽ ഇവിടെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. നമുക്ക് ഫാമിലിയായിട്ട് വന്ന് ഒരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാഴ്ചകളും ഇവിടെയുണ്ട്. നമുക്ക് റൂമിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നമുക്ക് സ്റ്റാഫിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കാം. അതിന് മുന്നേ നമുക്ക് ലേക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല കിളികളുടെ സൗണ്ടും പിന്നെ എന്താണ് ഒരു ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് വളരെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്ത് മടുത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചൊരു വൺ ഡേ റിലാക്സ്മെൻറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേക്കിൻ്റെ ഭംഗിയാണെങ്കിലും വളരെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഇവിടുത്തെ ലേക്കിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ലേക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇവർ കുറച്ചുകൂടെയൊക്കെ ഈ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവർ കുറച്ചുകൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ ലേക്ക് സൈഡിൽ നിന്നുള്ള റിസോർട്ടിൻ്റെ വ്യൂ വരുന്നത്. ലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു 5 റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. 2500 രൂപയാണ് ഈ റൂംസിൻ്റെ പാക്കേജ് വരുന്നത്. നമ്മൾ ലേക്ക് വ്യൂ ഉള്ള ഒരു റൂമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിലും സൺസെറ്റ് കാണാനും അതുപോലെ തന്നെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വ്യൂവിൽ നിന്ന്. പിന്നെ നമ്മൾ മേലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും മുള കൊണ്ടുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷം കാണാൻ പറ്റും. അതിന് മേലെ കാണുന്നത് പാർട്ടി ഹാളാണ്. നമുക്ക് എന്തെങ്കിലും പാർട്ടി റിലേറ്റഡ് കാര്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ റിസോർട്ടിലുള്ളവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ അവർ കുറച്ചുകൂടി ഒരു വികസനമായിട്ട് ചെയ്യാൻ വേണ്ടി സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ചെയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചൂണ്ടയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചൂണ്ടയിട്ട് മീനെ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ നമുക്ക് എത്തിപ്പെടാനായിട്ട് വളരെയധികം പാടില്ല. കാര്യം വെച്ചാൽ നമുക്ക് കൊല്ലം ബീച്ചിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ടൈമിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബീച്ചിൽ പോയിട്ട് വരാൻ വളരെ എളുപ്പമായിരിക്കും. കൊല്ലം ബീച്ചിലും നമുക്കങ്ങനെ ടൈം റെസ്ട്രിക്ഷനൊന്നുമില്ല. ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈം റെസ്ട്രിക്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഈ റിസോർട്ടുള്ളത്. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനാണെങ്കിലും കൊല്ലം സിറ്റിയിൽ നിന്നാണെങ്കിലും വളരെ 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലോ ഒക്കെ വന്ന് ഒരു റിലാക്സ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റുന്നതാണ്. നല്ല ഒരു അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യം കാണാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചൂണ്ടയുണ്ടെങ്കിൽ ചൂണ്ടയിടാനും ഒക്കെ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വള്ളത്തിൽ ആളുകൾ വന്ന് ചൂണ്ടയിട്ട് പോകുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരാൾ വള്ളത്തിൽ വന്ന് മീൻ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. വളരെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു റിസോർട്ടിൽ വന്നാൽ കാണാൻ പറ്റുക.
അപ്പോൾ നിങ്ങൾ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കോൺടാക്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഓഫർ ഉണ്ടോ, നിങ്ങളിപ്പോൾ 2-3 ദിവസം സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഫറും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക് വ്യൂ കിട്ടുന്ന റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ റൂം ഡീറ്റെയിൽസ് കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടിരുന്ന ഇവിടെ സംഗീത് എന്ന് പറഞ്ഞുള്ള പയ്യനാണ്. അതുപോലെ തന്നെ അസ്രുദ്ദീനാണ് നമുക്ക് ഈ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പം നമുക്ക് റൂം കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ലേക്ക് വ്യൂ വരുന്ന റൂമിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റൂമിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അസ്രുദ്ദീൻ കൂടെയുണ്ട്. ഹായ് അസ്രുദ്ദീൻ. അപ്പൊ അസ്രുദ്ദീൻ, എത്ര രൂപയാണ് ഈ ഒരു റൂമിന്റെ പാക്കേജ് എന്ന് പറയുന്നത്? ഈ റൂമിന്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ 2500 ആണ് റൂമിന് റേറ്റ് വരുന്നത്. ഇതൊരു പ്രീമിയം കാറ്റഗറി. പ്രീമിയം കാറ്റഗറിയാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ TV, AC, പിന്നെ അതുപോലത്തെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. പിന്നെ ലേക്ക് വ്യൂ ഉണ്ട്. ഫുഡിന്റെ കാര്യങ്ങൾ, ഫുഡ് സർവീസും കാര്യങ്ങളൊക്കെ? ഫുഡ് സർവീസിന് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്റ്റോറന്റ് ഇല്ല, പുറത്തുള്ള ഹോട്ടൽസ് നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്യാറ്. പിന്നെ ഗസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത് കൊടുക്കും. പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി അതുപോലത്തെ അലൗഡ് ആണ്. ഹോളിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമ്മൾ പുറത്ത് നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം, എങ്ങനെയാണ്? അതെ, ഹോളിന്റെ കാര്യമാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താലേ നമ്മളിപ്പോൾ അലൗഡ് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇപ്പോൾ 200 പാക്സ് ആണ് വരുന്നുള്ളത്. ഇപ്പോൾ 100 പേരാണെങ്കിൽ ഒരു 15,000 രൂപ വരും. പിന്നെ അധികം ഒരു 100-ലധികം ഉണ്ടെങ്കിൽ ഒരു 30,000 രൂപ വരും. അന്നേരം നമ്മൾ ഫുഡ് കാറ്ററിംഗ് സർവീസിന് കാറ്ററിംഗ് സർവീസിനാണ് നമ്മളിപ്പോൾ ഫുഡൊക്കെ കൊടുക്കാറുള്ളത്. നമുക്ക് ഇവിടെ പരിചയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കാറ്ററിംഗ് നമ്മൾ തന്നെ ചെയ്തു. പിന്നെ ഈ ഞങ്ങൾ ചെയർ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ചെയറിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാറ്ററിംഗ് സർവീസുകാരാണ്? അല്ലല്ല, ചെയറും പിന്നെ ടേബിൾസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു. അപ്പോൾ എത്ര ദിവസം മുന്നേ ആയിരിക്കണം നമ്മൾ ഏകദേശം ഒരു അഡ്വാൻസ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ? ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 5-6 ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്യണം. നോർമലി എന്ത് ഫംഗ്ഷൻസ് ആണ് സാധാരണ ഇവിടെ നടത്താറുള്ളത്? കല്യാണ പാർട്ടികൾ ഉണ്ടാവും, പിന്നെ ഗെറ്റ് ടുഗദർ ഉണ്ടാവും, അതുപോലത്തെ പാർട്ടീസുകളാണ്. വളരെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ് നമുക്ക് ഈ ഗ്ലോബൽ ബാക്ക്വെറ്റ് റിസോർട്ട് തരുന്നത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട, ഞങ്ങൾ ഇവിടെ നേരത്തെ ഒരു അജിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അസ്രുദ്ദീൻ ആയാലും നമ്മുടെ ഇന്നലെ വന്നപ്പോൾ തൊട്ട് നമ്മുടെ എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്ന സംഗീതാണെങ്കിലും ഒക്കെ വളരെ നല്ലൊരു സർവീസാണ് നമുക്ക് നൽകുന്നത്. കൊല്ലത്ത് നെല്ലിമുക്കിലുള്ള ഗ്ലോബൽ ബാക്ക്വാട്ടർ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റിസോർട്ടിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു റിസോർട്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ട്രാവൽ ബേസ്ഡ് വീഡിയോയും കൂടിയാണിത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ദയവായി ക്ഷമിക്കണം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കിട്ടുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.